ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മൾ RRB PO പ്രിലിംസിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് DA സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ 2 ക്ലാസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? അതൊരു വിശ്വാസമാണ് നിങ്ങളോടുള്ളത്. അത് തെറ്റിക്കരുത്. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് ഫോളോ ചെയ്യണം. കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം എന്താ? ഈ ക്വസ്റ്റ്യൻ്റെ PDF ഞാൻ കറക്റ്റായിട്ട് എവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ദിശ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിലോ നിങ്ങളുടെ ഫോണിലോ ഒരു ഫോൾഡറാക്കി സേവ് ചെയ്തിട്ടാൽ പോരെ. അപ്പം എന്താ പറയുക, DI1 അല്ലെങ്കിൽ DI2 എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ ആ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് മാത്രമല്ല, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ റിവിഷൻ ചെയ്യണം. കറക്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ വരുന്ന RRB PO പ്രിലിംസിന് നല്ല അടിപൊളി മാർക്ക് കിട്ടും, ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട്, എന്നാ പ്രിലിംസിൻ്റെ എക്സാം, ഈ ഒരു കാര്യം നമുക്കറിയണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നോ എന്നാ നമ്മുടെ RRB PO പ്രിലിംസിൻ്റെ എക്സാം എന്നാ? അപ്പോൾ നമുക്കറിയാം November 22 ആൻഡ് November 23 നമ്മുടെ RRB PO പ്രിലിംസിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു, ഇന്ന് തൊട്ട് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട്, എത്ര ദിവസം കാണും? അപ്പം നമ്മൾ ഇന്ന് തൊട്ടാണ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുൻപിൽ 39 ദിവസം കറക്റ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം 39 ദിവസം ഉണ്ട് എന്ന് വിചാരിക്കരുത്. 39 ദിവസം അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, 39 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിൽ. ആ സമയം നമുക്ക് ഒരു സെക്കൻഡ് പോലും നമ്മൾക്ക് കളയാനില്ല. ഈ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓരോ ദിവസം എങ്ങനെ പോകണം, ഏതൊക്കെ സബ്ജക്റ്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. രാവിലെ ഇപ്പം 7 മണിക്കൊക്കെ എണ്ണീക്കുന്ന ആൾ കുറച്ചുകൂടെ നേരത്തെ എണ്ണീക്ക്, ഒരു 5 മണിക്ക് എണ്ണീക്ക്. കാര്യം എന്താ, നമുക്ക് ഈ പ്രിലിംസിന് മാത്രം വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദിവസം പഠിക്കേണ്ടത്, ഒരിക്കലും അല്ല. മെയിൻസിനും പ്രോപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആഴ്ച തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ, രണ്ടും കൂടെ, അതായത് പ്രിലിംസും മെയിൻസും കൂടെ ഒന്നിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ടൈം പീരീഡിൽ നമ്മളൊന്ന് സെറ്റായിട്ടിരിക്കൂ. നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യൂടെ. നമ്മുടെ പ്രിലിംസ് എക്സാം നമ്മൾ ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യും. പക്ഷെ നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യണം. അത് നല്ല മാർക്കോട് കൂടി ക്രാക്ക് ചെയ്യണം. കാര്യം എന്താ, ഇന്റർവ്യൂവിന് നല്ലൊരു വെയിറ്റേജ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഓവറോൾ നമുക്കൊരു നല്ല സ്കോർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മെയിൻസിന് നല്ല സ്കോറോടുകൂടി, അല്ലെങ്കിൽ കട്ട് ഓഫിനെക്കാട്ടിൽ ഒരു 15 മാർക്കിന് മേലോട്ട് നമുക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ DI സീരീസ്, അതായത് RRB PO DI സീരീസിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ് കണ്ടു നോക്കണം. നല്ല ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നല്ല ഒരു 2-3 അപ്രോച്ചസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പം എല്ലാ ക്ലാസ്സുകളിലും വരുന്ന DIs എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, ഡിഫറൻ്റ് അപ്രോച്ചിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് DIയിലിട്ട് കിടക്കാം. നിങ്ങൾ പറഞ്ഞേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഈസി ആയിട്ട് തോന്നുന്നോ, അതോ സിമ്പിൾ ആണോ? ഒരിക്കലും അല്ല. ഇത് ഡബിൾ DI ആണ്. അത് മാത്രമല്ല, ഈ പൈ ചാർട്ടിൽ തന്നിരിക്കുന്ന, അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ പൈ ചാർട്ടാണെന്ന്. ഈ പൈ ചാർട്ടിൽ തന്നിരിക്കുന്ന ഈ വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് വേരിയബിൾ ബേസ്ഡ് ആണ്, അല്ലേ? അപ്പോൾ വേരിയബിൾ ബേസ്ഡ് ഒരു DI ആണ്. അത് മാത്രമല്ല, നമുക്കിവിടെ നോട്ടിൽ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. സോ ഇതൊരു വേരിയബിൾ ബേസ്ഡ് ഡബിൾ DI ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? The given pie chart shows the percentage distribution of total number of students who appeared for the exam in 5 different centers, namely A, B, C, D. അപ്പം 5 സെന്റേഴ്സ് ഉണ്ട്. ഏതോ ഒരു എക്സാം, നമ്മുടെ ഓൺലൈൻ എക്സാം, നമ്മുടെ SBI ബാങ്ക് എക്സാംസ് ഒക്കെ പോലെ ഒരു എക്സാം നടക്കുന്നു. അപ്പോൾ ഈ 5 സെന്റേഴ്സിൽ വെച്ചാണ് എക്സാം നടക്കുന്നത്. കുട്ടികളെ എന്ത് ചെയ്തു, ഓരോരോ സെന്റേഴ്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ അതിൻ്റെ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എഴുതാൻ പോയ ആസ്പിറൻസിന്റെ ഓരോ സെന്ററിലും എത്രത്തോളം കുട്ടികൾ പോയി, അതിൻ്റെ ഒരു ഡേറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഈ പൈ ചാർട്ടിൽ തന്നിരിക്കുന്നത്. അത് പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാല്യൂസും ഉണ്ട്, അതുപോലെ വേരിയബിൾസും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ആ വേരിയബിൾസിന്റെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കണം. അത് മാത്രമല്ല, നമുക്കിവിടെ നോട്ട് തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് X is 1.5 ടൈംസ് ഓഫ് വാല്യൂ ഓഫ് Y. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് ഫോർ എക്സാം ഇൻ D ആൻഡ് E ഈസ് 18, അതായത് 1800 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് D എന്ന് പറഞ്ഞ സെന്ററിലെയും E എന്ന് പറഞ്ഞ സെന്റേഴ്സിലെയും കുട്ടികൾ, അതായത് എക്സാം എഴുതാൻ പോയ ആസ്പിരൻസിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് ഈ പൈ ചാർട്ട് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകണം? നമുക്ക് ഈ ടേബിളും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ടാബുലാർ ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റാസിനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യും. നമുക്ക് നേരെ എങ്ങോട്ട് പോകാം, സബ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ബുക്കൊക്കെ റെഡിയാക്കി, നോട്ട്സ് ഒക്കെ പ്രോപ്പറാക്കി, സൊല്യൂഷനൊക്കെ എഴുതിയെടുത്തോ. ഇതിന്റെ PDF ഞാൻ നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പമാണല്ലോ കാര്യം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ആദ്യം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കറിയാം ടോട്ടൽ വാല്യൂ ഈ ഒരു പൈ ചാർട്ടിൽ, അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എല്ലാ സെന്റേഴ്സിലും എഴുതാൻ പോയ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് എത്രയായിട്ട് അസ്യൂം ചെയ്യാം? നമുക്ക് അസ്യൂം ചെയ്യാം 100% ആയിട്ട് അസ്യൂം ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഓൾ, അല്ലേ, എത്ര ആയിരിക്കും? 100% ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ ആണല്ലോ? സോ എയിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 40%. ബിയിൽ എത്ര? 20%. സിയിൽ എത്ര? 5% സ്റ്റുഡൻസ് ആണ് എഴുതാൻ പോയത്.
ആൻഡ് ഡിയിലും ഇയിലും y പെർസെൻറ്റേജ് ആൻഡ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വാല്യൂ 100 അല്ലേ? സോ നമുക്ക് ഇവിടെ സം എടുത്താൽ പോരെ? എത്ര വരും നിങ്ങൾ പറഞ്ഞേ? 40 പ്ലസ് എയിൽ 40 അല്ലേ, അടുത്ത ബിയിൽ എത്ര 20 പ്ലസ് സിയിൽ എത്ര 5 പ്ലസ് ആൻഡ് ഡിയിൽ എത്ര വൈ അല്ലേ? വൈ പ്ലസ് ഇയിലാണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ ടോട്ടൽ വാല്യൂ ആണ് എന്ന് പറയുന്നത് 100%. നമ്മളിവിടെ എല്ലാവരും പെർസെൻറ്റേജ് എടുത്തോ? അത് എടുക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 100 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിലും നമ്മുടെ ആക്ച്വൽ വാല്യൂസിനെ എല്ലാം വേറെ സൈഡിലോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? വേരിയബിൾസ് എല്ലാം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കാം. എക്സ് പ്ലസ് 2y വാല്യൂ നമുക്ക് എത്ര കിട്ടി? ഇതെത്ര? 40 20 60 പ്ലസ് 5 65. 65നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പം 100 മൈനസ് 65 അപ്പോൾ എത്ര വരും? 35 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ അല്ലെങ്കിൽ എക്സ് പ്ലസ് 2y വാല്യൂ നമുക്ക് എത്ര കിട്ടി? 35 എന്ന് കിട്ടി. സോ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണ്ടേ? സോ അതിനാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് നോട്ട്സ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എന്താ കിട്ടിയ വാല്യൂ എന്തായിരുന്നു? ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? ഒരു മിനിറ്റ്, അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ എന്താ? ചേടാ ഓക്കെ, എക്സ് പ്ലസ് 2y വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞേ. 35 എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നോട്ട് 1 നമുക്കൊന്ന് പരിഗണിക്കാം അല്ലേ? അതിനൊന്ന് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പം നോട്ട് 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് 1ൽ വാല്യൂ ഓഫ് എക്സ് ഈസ് 1.5 ടൈംസ് ഓഫ് വൈ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1.5 എന്ന് പറഞ്ഞാൽ എത്ര? നമുക്കറിയാലോ 3/2 അല്ലേ? അതാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്താൽ പോരെ? അപ്പം വാല്യൂ ഓഫ് എക്സ് ഈസ് 1.5 വരെ നമുക്ക് 3/2 എന്ന് കൊടുക്കാം, 3/2 ഓഫ് വൈ. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാം. ആരാ? എന്താ? റേഷ്യോ ഓഫ് എക്സ് ഈസ് ടു വൈ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റേഷ്യോ ഓഫ് എക്സ് ഈസ് ടു വൈ എന്ത് കിട്ടും? നിങ്ങൾ പറഞ്ഞേ, എന്ത് കിട്ടും? 3:2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് എക്സിന്റെയും വൈയുടെയും റേഷ്യോ വാല്യൂ അല്ലെങ്കിൽ യൂണിറ്റ് വാല്യൂ കിട്ടി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവന്മാർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെയും വൈയുടെയും ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവരെ ഒരു വേരിയബിൾ ഇട്ട് കൊടുത്തു, എന്ന് കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായാൽ മതി. അപ്പോൾ എത്ര വരും? എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുത്തുകൂടെ? ഈ ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് 2a എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പോവാ? 3a പ്ലസ് 2 ഇൻറ്റു 2. വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 2a എന്ന് കൊടുത്തുകൂടെ? അപ്പോൾ അതിന്റെ വാല്യൂ എത്ര? 35 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കൊടുക്കാം? 5a ആണോ? അല്ല, 5a അല്ല. 2 ഇൻറ്റു 2 എത്ര? 4a വരത്തില്ലേ? അപ്പം 3a പ്ലസ് 4a എത്ര? 7a എന്ന് വരത്തില്ലേ? അപ്പോൾ 7a വാല്യൂ നമുക്ക് എത്ര കിട്ടി? 35 എന്ന് കിട്ടി. സോ എയുടെ വാല്യൂ എത്ര ആയിരിക്കും? 5 എന്ന് നമുക്ക് കിട്ടി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ആരുടെയൊക്കെ വാല്യൂസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചോടെ? പറഞ്ഞേ. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ എത്ര? 3a അല്ലേ? അപ്പം 3a ആകുമ്പോൾ എയുടെ സ്ഥാനത്ത് 5 കൊടുത്ത് എത്ര വരും? 15 എന്ന് കിട്ടും. വൈയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ എത്ര? 2a അല്ലേ? അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 5 കൊടുക്കത്തില്ല. അപ്പോൾ എത്ര വരും? 10 എന്ന് വരും. അപ്പോൾ എക്സിന്റെയും വൈയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടി 15 കിട്ടി, വൈ 10 കിട്ടി. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വൈ പെർസെൻറ്റേജിന്റെ വാല്യൂ എത്ര ആയിരിക്കും? വൈ 10 ആണെങ്കിൽ വൈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 10% എന്ന് വരും. അപ്പം ഈയുടെ കേസ് എത്ര? എക്സ് പ്ലസ് വൈ അല്ലേ? എക്സിന്റെ വാല്യൂ 15, വൈയുടെ വാല്യൂ 10. സോ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്ര വരും? 25% എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ പൈ ചാർട്ടിലെ എല്ലാ സെന്റേഴ്സിന്റെയും ആ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് കിട്ടി? ഒരു ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂവിൽ തന്നെ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാല്യൂവിൽ തന്നെ കിട്ടി. ഇനി നമുക്ക് ആരെ പരിഗണിക്കാം? നമുക്കിനി നോട്ട് 2നെ പരിഗണിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലേ? അപ്പോൾ നോട്ട് 2ൽ എന്താ പറയുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് ഫോർ ദ എക്സാം സെന്റർ ഇൻ ഡി ആൻഡ് ഈസ് 1800 തന്നിട്ടുണ്ട് അല്ലെ? നോട്ട് 2ൽ ഇതല്ലേ പറയുന്നത്? അതായത് ഇവിടെ ഈ എത്ര വാല്യൂ എത്ര? 25% അല്ലേ? ഡിയുടെ വാല്യൂ എത്ര? 10% അല്ലേ? സോ അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 25% മൈനസ് 10%. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 1800 തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇവിടെ എത്ര വരും? 15% എന്നല്ലേ? സോ 15%ന്റെ വാല്യൂ എത്ര കിട്ടി? 1800 എന്ന് കിട്ടി. അപ്പൊ 1%ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. ജസ്റ്റ് 1800നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിക്കേ, 15 12 എത്ര? 100. പറ, 15 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താ? 180 എന്നറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 0 എക്സ്ട്രാ ഇല്ല. അപ്പൊ എത്ര വരും? 1%ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 120 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ സെന്റേഴ്സിലും എത്ര സ്റ്റുഡൻസ് അവിടെ എഴുതാൻ പോയി അല്ലെങ്കിൽ അപ്പിയർ ചെയ്തു എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? സോ നമുക്ക് തുടങ്ങിക്കോ. അപ്പം എ എന്ന് പറഞ്ഞ സെന്ററിലെ ടോട്ടൽ എത്ര സ്റ്റുഡൻസാ പോയത്? 40% അല്ലേ? 40% ആണല്ലോ. 1%ന്റെ വാല്യൂ 120 ആണെങ്കിൽ 40%ന്റെ വാല്യൂ എത്ര ആയിരിക്കും?
4800 എന്നല്ലേ? എങ്ങനെ വന്നു? 120 ഇൻറ്റു 40 ചെയ്തു. അടുത്തത് സെന്റർ ബി ഏതാ? എത്ര ആയിരിക്കും? 20% സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോയി. സോ അങ്ങനെയെങ്കിൽ 1%ന്റെ വാല്യൂ 120 ആണെങ്കിൽ ബിയുടെ 20% വാല്യൂ എത്ര ആയിരിക്കും? 2400 കിട്ടി. അടുത്തത് സി ആണെങ്കിലോ എത്ര ആയിരിക്കും? അപ്പം സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ മുകളിലോട്ട് എഴുതാൻ, കാര്യം എനിക്കറിയാം അവിടെ എൻ്റെ തലയുണ്ട് അല്ലേ? ഓക്കെ, സിയിൽ എത്ര ആയിരിക്കും? 5% അല്ലേ? സോ എത്ര വരണം? 600 കിട്ടത്തില്ലേ? ഇനി അടുത്ത ആരാ? ഡി അല്ലേ? ഡിയിലാകുമ്പോൾ എത്ര വരണം? 10% അല്ലേ? അപ്പൊ എത്ര? 1200. അടുത്ത ലാസ്റ്റ് വൺ ഇ ആകുമ്പോൾ എത്ര വരും? 25% അല്ലേ? പറഞ്ഞേ, 25% അല്ലെങ്കിൽ 25 ഇൻറ്റു 12 അല്ലെങ്കിൽ 25 ഇൻറ്റു 120 എത്ര വരും? നമുക്കറിയാം 25 10 എത്ര? 250 ആണല്ലോ. 25 2 എത്ര? കാര്യം എന്താ? നമുക്ക് ഈ 25 12-നെ അല്ലെങ്കിൽ 25 ഇൻറ്റു 12-നെ 25 ഇൻറ്റു 10 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? അത് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാ, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി എഴുതി തരാം. 25 ഇൻറ്റു എങ്ങനെ എഴുതാം? 10 12-നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? പറഞ്ഞേ, 10 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? എവിടെ? ഓക്കെ, 10 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ? ആദ്യം എന്ത് ചെയ്യണം? 25 ഇൻറ്റു 10 എത്ര? 250. പിന്നെ 25 ഇൻറ്റു 2 എത്ര? 50 വരും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 300 വരത്തില്ലേ? പക്ഷേ ഇവിടെ 120 ഉണ്ടല്ലേ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്ത് എത്ര വരും? അപ്പോൾ ഈയുടെ വാല്യൂ എത്ര കിട്ടി? 3000 എന്ന് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ സെന്റേഴ്സിലും എത്ര വീതം കുട്ടികൾ എക്സാം എഴുതാൻ പോയെന്ന് നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അത് നോട്ട് ചെയ്താൽ മാത്രം മതിയല്ലോ. നോക്കിക്കോ, എയിൽ എത്ര ആയിരുന്നു? 4800. ബിയിൽ എത്ര? 2400. സിയിലാണെങ്കിലോ 600. ഇനി ഇതാരാ? ഡി അല്ലേ? 1200. ആൻഡ് ഇയിൽ എത്ര ആയിരിക്കും? 3000 കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? പൈ ചാർട്ടിനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു പാർട്ട് നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ തീർത്തു. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സോ നമ്മൾ രണ്ട് നോട്ട്സിനെ യൂസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? പൈ ചാർട്ടിലെ വേരിയബിൾസ് കണ്ടുപിടിച്ചു. ആ വേരിയബിൾസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് രണ്ടാമത്തെ നോട്ടിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ വാല്യൂസ് എത്രത്തോളം സ്റ്റുഡൻസ് അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ നമ്പേഴ്സ് ഓരോ സെന്റേഴ്സിലും പോയി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ അടിപൊളിയായിട്ട് തീർത്തു. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി അതുകൊണ്ട് തീർന്നോ? ഇല്ല, നമുക്കൊരു വലിയൊരു പാർട്ട് ഇനി കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ടാബുലർ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറന്നുപോകും അല്ലേ? മനുഷ്യസിദ്ധമായ വേണ്ട, സാഹിത്യമൊന്നും വേണ്ട. ഓക്കെ, എയുടെ വാല്യൂ എത്ര ആയിരുന്നു? 4800. ബി എത്ര ആയിരുന്നു? 2400. സി ആണെങ്കിലോ 1000 അല്ല, സി 600 അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 600 ആണ്. ഡി ആണെങ്കിൽ 1200 ആൻഡ് ഇ ആണെങ്കിൽ എത്ര ആയിരുന്നു? 3000. കണ്ടോ, നല്ല ഓർമ്മശക്തി ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കിക്കേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കത്തില്ലേ? നമുക്കൊരു നല്ല വൃത്തിയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ താഴോട്ട് എഴുതി നല്ലൊരു ടേബിൾ ആക്കി മാറ്റി വെച്ചാലേ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും അല്ലേ? അപ്പം ഏതൊക്കെയാ? സെന്റർ എ, ബി, സി, ഡി, ഇ. ഓക്കെ 39 ദിവസമേ നമ്മുടെ മുൻപിലുള്ളൂ. ആ ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. ഒരു സമയം പോലും ഒരു മനുഷ്യരും കളയരുത്. ഇരുന്ന് പഠിച്ചോ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തത് ഓരോ സെന്റേഴ്സിലും അപ്പിയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ആദ്യം നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, എയിൽ എത്ര ആയിരുന്നു? 4800 സ്റ്റുഡൻസ്. ബിയിലാണെങ്കിൽ 2400. സിയിലാണെങ്കിൽ 600. ഡിയിലാണെങ്കിൽ 1200. ഡിയിലാണെങ്കിൽ 1200. ഇയിലാണെങ്കിൽ 3000. ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് എക്സാം നമുക്ക് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ ഫെയിൽഡിന് ഞാൻ എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലല്ലോ. അത് എത്ര നമുക്ക് തന്നിരിക്കുന്നേ? 2050. അടുത്ത എത്ര? 1100. 200. അടുത്തത് 500. 500. അടുത്ത എത്ര? 200 അഗെയിൻ. യു അഗെയിൻ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ടേബിളിനെ കുറച്ചുകൂടെ ചെറുതാക്കാം. ഇനി നിങ്ങൾ നോക്കിക്കേ, അടുത്ത ഡേറ്റ എന്താ തന്നിരിക്കുന്നത്? ദ നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഹു പാസ് എക്സാമിൽ നമുക്ക് തന്നിരിക്കുന്നേ. അപ്പൊ നമ്മുടെ കയ്യിൽ ഫെയിൽ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടുപിടിക്കാം. ടോട്ടൽ സ്റ്റുഡൻസ് പാസ് കണ്ടുപിടിച്ചൂടെ? അതിനെന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എത്ര കുട്ടികൾ എക്സാം എഴുതാൻ പോയെന്നുള്ളത് നമ്മൾ പൈ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ ടേബിളിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓരോ സെന്റേഴ്സിലും എത്രത്തോളം ആ എഴുതിയ കുട്ടികളിൽ എത്ര എണ്ണം ഫെയിൽ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഡേറ്റയിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്നും നമുക്ക് ഈ ഫെയിൽ മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ ഓരോ സെന്റേഴ്സിൽ അത് കിട്ടത്തില്ലേ? അപ്പോൾ പറഞ്ഞോ, തുടങ്ങിക്കോ. ഇത് എത്ര വരും? 0, 5 അല്ലേ? ആണല്ലോ.
ഇവിടെ എത്ര 7 അല്ലേ വരൂ, 7 ആൻഡ് ഇത് എത്ര വരും, 4 ൽ നിന്ന് 2 പോയി എത്ര വരും, 2750 അല്ലേ വരുന്നത്, കറക്റ്റ് ആണോ? 0 ൽ നിന്ന് 0 5 വരും, ഇവിടെ ബാക്കി എത്ര ഉണ്ട്, 7 അല്ലേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് അല്ലേ കിട്ടിയത്? ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, ഇതെത്ര വരണം, 1300 അല്ലേ, 2400 നിന്നും 1100 മൈനസ് ചെയ്ത് എത്ര വരും, 1300. ഇതെത്ര വരണം, 400 വരും. ആൻഡ് ഇവിടെ എത്ര 700 അല്ലേ, 1200 നിന്നും 500 മൈനസ് ചെയ്ത് 700. ഇവിടെ എത്ര 2800 കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, അവരെല്ലാം മൈനസ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് പാസ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ തീരുമോ? അവിടെയും തീരില്ല. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഹു പാസ് ദ എക്സാമിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:7, 9:4. അപ്പൊ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാമല്ലോ. എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നേ, ബോയ്സ് പാസ്, അതുപോലെ തന്നെ ബോയ്സ് പാസും. ഓക്കെ, അവിടെ നമുക്ക് അപ്പോൾ എഴുതാൻ പറ്റത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്യാം, ചേടാ. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് എഴുതാമല്ലോ, ഇവിടെ എഴുതാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റും, അതിന്റെ മോളിലോട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാര്യം എന്താ, ബാക്ക് അടിക്കുന്നല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യും മല്ലയ്യ. അപ്പോൾ ഇവിടെ നമുക്ക് ഗേൾസ് പാസിന്റെ ആണെന്ന് നിങ്ങൾ ഊഹിച്ചോണം. വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതിയാലും പറ്റത്തില്ല അല്ലേ. ഓക്കെ, എന്താ അല്ലേ നമ്മുടെ സിസ്റ്റം അല്ലേ, നമ്മുടെ ടെക്നോളജി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ എ എന്ന് പറഞ്ഞ സെന്റർ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെന്ററിൽ നമുക്കറിയാം ടോട്ടൽ പാസ്സായ ആൾക്കാരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര, 2750 തന്നിട്ടുണ്ട്. നമുക്കറിയാം ബോയ്സ് പാസ് ടു ഗേൾസ് പാസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. എത്ര, 3:7 തന്നിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞേ, ഇവിടെ ടോട്ടൽ അല്ലെങ്കിൽ ബോയ്സ് പാസ് പ്ലസ് ഗേൾസ് പാസിന്റെ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ എത്ര കിട്ടും, ടോട്ടൽ എത്ര, 10 അല്ലേ. സോ ഈ 10 യൂണിറ്റിൻ റേഷ്യോ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് പാസ് ആയ അല്ലെങ്കിൽ അതിന്റെ റേഷ്യോന്റെ ടോട്ടൽ വാല്യൂ അല്ലേ. സോ പക്ഷെ നമുക്ക് ഇവിടെ ആക്ച്വൽ വാല്യൂ തന്നിട്ടില്ല. എത്ര, 2750. അതിനർത്ഥം എന്താ, ദാ ഈ 10 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ അല്ലേ 2750 എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും, എത്ര പറഞ്ഞേ, 2750 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര വരും, 275 എന്ന് കിട്ടും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബോയ്സ് പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 275 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബോയ്സിന്റെ എണ്ണം എത്ര, 3 അല്ലേ. അപ്പൊ എത്ര വരും, I3 15 ശിഷ്ടം 1, 7 3 21 22 ശിഷ്ടം 2, 3 2 6 2 8, എത്ര അല്ലേ, 825 വരത്തില്ലേ. അപ്പൊ എത്ര സ്റ്റുഡൻസ് ആ ബോയ്സ് പാസ് ആയിരിക്കുന്നത്, 825 സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സെന്ററിൽ എക്സാം എഴുതാൻ പോയ ആൾക്കാരിൽ അല്ലെങ്കിൽ പാസ്സായ സ്റ്റുഡൻസിൽ 825 ബോയ്സ് പാസ്സായി. സോ ഗേൾസ് പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എത്ര, 275 അല്ലേ ഒരു യൂണിറ്റിന്റെ വാല്യൂ, അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗേൾസിന്റെ റേഷ്യോ വാല്യൂ എത്ര, 7 അല്ലേ. സോ ആ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും, ഇനി 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ദാ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലും നമുക്ക് കിട്ടത്തില്ലേ. അപ്പൊ നമുക്ക് നോക്കാം, അതായത് ടോട്ടൽ പാസ് നമ്മുടെ കയ്യിലുണ്ട് 2750. അതെന്ന് പറഞ്ഞാൽ എന്താ, ബോയ്സും ഗേൾസും അല്ലേ എക്സാം എഴുതുന്നേ, അപ്പൊ അവരുടെ സമ്മല്ലേ നമുക്ക് ഈ 2750. സോ അങ്ങനെയെങ്കിൽ ഗേൾസ് പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ പോലെ എത്ര വരും, 10 ൽ 5 പോയാൽ 5 വരും. ഇവിടെ ബാക്കി 4 അല്ലേ ഉള്ളൂ, 4 ൽ 2 പോയാൽ 2 വരും. 7 അല്ല, ഇവിടെ എത്ര വരും, 9 വരത്തില്ലേ, 9 ആണോ, അല്ല ഒരു 1 കൂടെ വരുമല്ലോ. അപ്പം 1925 ഗേൾസ് ആണ് എ എന്ന് പറഞ്ഞ സെന്ററിൽ നിന്നും പാസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഫസ്റ്റ് ടേബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു സെന്ററിന്റെ കംപ്ലീറ്റ് ഡേറ്റ എന്തൊക്കെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ഫിനിഷ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി രണ്ടാമത്തെ ടേബിളിലോട്ട് പോകാം. അതേതാ, രണ്ടാമത്തെ സെന്റർ ഏതായി, സെന്റർ എ അല്ലേ. തുടങ്ങാം, നോക്കിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് പാസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു നമ്മൾ എത്ര കണ്ടുപിടിച്ച്, 1300 അല്ലേ. സോ 1300 ആണ്. ഇവിടെ ബോയ്സ് പാസ് ടു ഗേൾസ് പാസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 9:4 അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ ടോട്ടൽ വാല്യൂ ഇവിടെ ടോട്ടൽ വാല്യൂ ഇവിടെ എത്ര, 13 യൂണിറ്റ് അല്ലേ. ഈ 13 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ അല്ലേ 1300. എത്ര ടൈംസാ, 100 ടൈംസ് അല്ലേ. സോ ബോയ്സ് പാസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, അപ്പം ബോയ്സിന്റെ റേഷ്യോ വാല്യൂ എത്ര, 9 യൂണിറ്റ് അല്ലേ. സോ അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ എത്ര വരും, 900 എന്ന് വരും. അപ്പൊ എത്ര സ്റ്റുഡൻസാ ബോയ്സിൽ നിന്ന് പാസ്സായത്, 900 ബോയ്സ് ആണ് പാസ്സായത്. സോ ബാക്കി എത്ര ഉണ്ട് നിങ്ങൾ പറഞ്ഞേ, 400 അല്ലേ ഉള്ളൂ. അപ്പൊ 400 ഗേൾസ് ആയിരിക്കും ബി എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് പാസ്സായിരിക്കുന്നത്. വളരെ എളുപ്പമല്ലേ. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് സി എ കണ്ടുപിടിക്കാം. അപ്പം സി എന്ന് പറഞ്ഞ സെന്ററിലാണെങ്കിൽ ടോട്ടൽ പാസ്സായവരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 200 പേരെ, അല്ല 200 അല്ല കേട്ടോ, അത് ടോട്ടൽ ഫെയിൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ടോട്ടൽ പാസ് എത്ര തന്നിരിക്കുന്നത്, 400 പേരാണ് ടോട്ടൽ ആയിട്ട് അവിടെ പാസ്സായത്. നമുക്ക് ബോയ്സ് പാസിന്റെയും അതുപോലെ തന്നെ ഗേൾസ് പാസിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്ര, 1:3 തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ റേഷ്യോ വാല്യൂ എത്ര, 4 അല്ലേ. സോ ആ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ടോട്ടൽ പാസ് എത്ര, 400 അല്ലേ. വീണ്ടും എത്ര ടൈംസ്, 100 ടൈംസ് അല്ലേ. സോ
ബോയ്സ് പാസ് എത്ര ആയിരിക്കും? ബോയ്സ് പാസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 100 വരും. അപ്പൊ നമുക്ക് കിട്ടി എത്ര ബോയ്സാ സി എന്ന് പറഞ്ഞ സെന്ററിൽ പാസ്സായത്? 100 ബോയ്സ് പാസ്സായി. ബാക്കി എത്ര? 300 ഗേൾസും നമുക്ക് ഇവിടുന്ന് പാസ്സായി. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഏത് സെന്ററിനെ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഏത് സെന്ററാ? സെന്റർ ഡി ആണ്. അവിടെ നമുക്ക് ടോട്ടൽ പാസ് നമ്മുടെ കയ്യിൽ എത്ര ഇരിക്കുന്നത്? നമ്മൾ എത്ര കണ്ടുപിടിച്ച്? 700 അല്ലേ? സോ 700 സ്റ്റുഡൻസ് ആണ് ടോട്ടലായിട്ട് അവിടെ പാസ്സായത്. സോ അവിടെ ബോയ്സ് പാസ് ടു ഗേൾസ് പാസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 5:2 തന്നിട്ടുണ്ട്. സോ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ് ആണ്. സോ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. 7 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സായത് എത്ര? 700 അല്ലേ? എത്ര ടൈംസാ? 100 ടൈംസ് അല്ലേ? സോ ബോയ്സ് പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര റേഷ്യോ? 5 അല്ലേ? 5 യൂണിറ്റ് അല്ലേ? സോ 5ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 500 എന്നും വരും. ഗേൾസിന്റെ എത്ര? 2 യൂണിറ്റ് അല്ലേ? സോ 2ന്റെ വാല്യൂ എത്ര വരും? 200 എന്നും വരും. സോ നമ്മൾ കണ്ടുപിടിച്ചു 500 ബോയ്സും പാസ്സായി, അതുപോലെ 200 ഗേൾസും ആ ഡി എന്ന് പറഞ്ഞ സെന്ററിൽ നിന്നും പാസ്സായി. ഇനി ലാസ്റ്റ് സെന്റർ ഏതാ? ലാസ്റ്റ് സെന്റർ ആണ് നമ്മുടെ ഇ എന്ന് പറഞ്ഞ സെന്റർ. സോ നമുക്ക് അവിടെ തുടങ്ങാം. നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. നോക്കിക്കോ, ടോട്ടൽ പാസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 2800 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചു, തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചതാ. അഭിമാനത്തോടെ പറയണം നമ്മൾ കണ്ടുപിടിച്ചതെന്ന്. ബോയ്സ് പാസ് ടു ഗേൾസ് പാസിന്റെ റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട് എത്ര? 3:4 തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വാല്യൂ എത്ര? റേഷ്യോ എത്ര? 7 യൂണിറ്റ് അല്ലേ? സോ നമുക്കറിയാം 7 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ന് പറഞ്ഞത് ആക്ച്വൽ ടോട്ടൽ വാല്യൂ 2800. അപ്പോൾ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര കിട്ടും? 400 കിട്ടും. സോ ബോയ്സ് പാസ് ഇവിടെ എത്ര ആയിരിക്കും? നമുക്കറിയാം 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1200 വരും. അപ്പൊ നമുക്ക് കിട്ടി ബോയ്സ് പാസ് എത്ര? 1200. 2800 നിന്നും 1200 മൈനസ് ചെയ്ത് എത്ര വരും? ഗേൾസ് എത്ര? 1600 കിട്ടും. സോ നമുക്ക് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സക്സസ്ഫുള്ളി നമുക്ക് ഈ ഡി ഐയിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ, പോസിബിൾ ആണോ, അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഈ തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്തു? വളരെ ഭംഗിയായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് വാല്യൂസിനെ എല്ലാം നമ്മൾ ടേബിൾ ആക്കി. ഇതാണ് ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഈ ഡി ഐയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട മേജർ പാർട്ട്. എളുപ്പമാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈസി ആണോ? ഒരിക്കലും അല്ല. അത്യാവശ്യത്തിൽ കൂടുതൽ കാൽക്കുലേഷൻ ഉണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ കൺസെപ്റ്റ് ഉണ്ട്, അതിൽ കൂടുതൽ എന്താ നമുക്കിവിടെ ലോജിക്കലി ചിന്തിക്കണോ? വേണ്ട. പക്ഷെ ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ നമുക്ക് എന്താ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞില്ല, RRB PO ഓൾവേസ് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്നു, ഓക്കെ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക. ഞാൻ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? DSന് തരും. എല്ലാം ഒരേ ടൈപ്പ് ഒന്നുമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ 3 ടൈപ്പ് ആയില്ലേ? അപ്പം എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും, എല്ലാം ഡിഫറെൻറ്റ് അപ്രോച്ചും ആയിരിക്കും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. അതായത് അരിത്തമെറ്റിക് ക്ലാസ് നമ്മുടെ RRB IBPS ആൻഡ് SBI ക്ലർക്കിന് വേണ്ടി ഞാനൊരു അരിത്തമെറ്റിക് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 11 ക്ലാസ്സോളം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതിന് എനിക്ക് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി. ഒരുപാട് സന്തോഷം. അപ്പോൾ അത് ഇനിയും വേണം എന്ന് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും ഞാൻ നൽകിയിരിക്കും. അപ്പോൾ നമ്മൾ RRB POയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് അരിത്തമെറ്റിക് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അവിടെ നമ്മൾ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് PO ലെവൽ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിക്കും. അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിൽ തന്നെ ചിലപ്പോൾ Q1 Q2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഡേറ്റ സഫിഷ്യൻസി വരാം. നമ്മുടെ PO പ്രിലിംസിന് വരാണോ അതൊക്കെ? അത് മെയിൻസിന് മാത്രമല്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് ക്ലാസ് നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും ഫോളോ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ നമ്മൾ കണ്ടുപിടിച്ച ടേബിളിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബാക്കിലോട്ട് പോകണം. അത് ഒരു സുഖം പിടിച്ച കാര്യമല്ലല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്കങ്ങ് തുടങ്ങാം. നോക്കിക്കോ. ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ് ദ എക്സാം ഇൻ സെന്റർ F ഈസ് 200 മോർ ദാൻ. അടിപൊളി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു പാർട്ടിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എത്ര? 200 മോർ ദാൻ ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽ ദ എക്സാം ഇൻ സെന്റർ D. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? F എന്ന് പറഞ്ഞ സെന്ററിൽ നമുക്ക് പാസ് ആണ് വേണ്ടത്, മനസ്സിലായി. അപ്പം പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. F എന്ന് പറഞ്ഞ സെന്ററിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. അപ്പോൾ അവിടെ പാസ്സായ ബോയ്സിന്റെയും പാസ്സായ ഗേൾസിന്റെയും നമുക്ക് ഡേറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നോക്കിക്കേ, നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ് ദ എക്സാം ഇൻ സെന്റർ F ഈസ് 200 മോർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽ ദ എക്സാം ഇൻ D അല്ലേ? നോക്കിക്കേ, D എന്ന് പറയുന്ന സെന്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ ആയത് എത്ര? അതാ 500 അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? 500-ൽ നിന്നും 500-നെക്കാട്ടിലും 200 കൂടുതലായിരിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പം ബോയ്സ് പാസ് എത്ര ആയിരിക്കും? 500 പ്ലസ് 200 എത്ര? നിങ്ങൾ പറഞ്ഞേ 700 ബോയ്സ് ആണ് എവിടെ പാസ്സായത്? B എന്ന് പറഞ്ഞ സെന്ററിൽ പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് തീർന്നോ? ഇല്ല. ഇനി
നമ്പർ ഓഫ് ഗേൾസ് ഹു പാസ് ദ എക്സാം ഇൻ സെന്റർ എഫ് ഈസ് 50% അല്ലെങ്കിൽ പകുതി ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ് ദ എക്സാം സെന്റർ ഇൻ ബി. അപ്പം ബി എന്ന് പറയുന്ന സെന്ററിൽ ടോട്ടൽ എത്ര ബോയ്സ് ആ പാസ് ആയത്? 900 അല്ലേ? അപ്പം ഗേൾസ് എത്ര ആയിരിക്കും? ഇവിടെ പറഞ്ഞേ ഈ 900ന്റെ പകുതിയല്ലേ? അപ്പൊ എത്ര ആയിരിക്കും? 450 ഗേൾസ് ആയിരിക്കും എഫ് എന്ന് പറഞ്ഞ ആ ഒരു സെന്ററിലെ ഗേൾസ് പാസ് ആയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോയ്സ് പ്ലസ് ഗേൾസ് ഹു പാസ് ദ എക്സാം ഇൻ സെന്റർ എഫ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ പാസ്സായ അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ പാസ്സായ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് പാസ് പ്ലസ് എഫ് എന്ന് പറയുന്ന സെന്ററിലെ ഗേൾസ് പാസ് അല്ലേ? അപ്പൊ ബോയ്സ് പാസ് എത്ര നമ്മൾ കണ്ടുപിടിച്ച? 700 അല്ലേ? ആണല്ലോ. ഗേൾസ് പാസ് എത്ര? 450 അല്ലേ? അപ്പൊ എത്ര വാല്യൂ വരും? 1150 സ്റ്റുഡൻസ് ആണ് എവിടെ പാസ്സായത്? നമ്മുടെ എഫ് എന്ന് പറഞ്ഞ സെന്ററിൽ പാസ്സായത്. എത്ര? 1150 ആയിരിക്കും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം കാണുമ്പോൾ സബ് ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഏകദേശം എത്ര ലൈൻ ഉണ്ട്? 1 2 3 4 5 ലൈനുള്ള ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആക്ച്വലി ചെയ്യാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന പോലെ എക്സാമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഒരു ഡി എ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അതിൽ ഏതൊക്കെയാണ് നമുക്ക് കാണുമ്പം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പെർസെൻറ്റേജ് വാല്യൂ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി, അതുപോലെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അവന്മാരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അങ്ങ് ചാടിക്കയറി എഴുതോ. പിന്നെ വലിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഞാനൊരു വലിയ ക്വസ്റ്റ്യൻ അടുത്ത സബ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കണം. കാര്യം അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ട്രാപ്പാണ്, നമ്മുടെ സമയം കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതല്ലേ വർത്ത്. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ലാസ്റ്റ് സമയമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഡി എല്ലിലോട്ട് വരണം. അതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം, അല്ലെങ്കിൽ അടുത്ത സബ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എത്രാമത്തെ ക്വസ്റ്റ്യനാ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ എക്സാം സെന്റർ ഇൻ എ ടു ബി ഈസ് എത്ര? 7:4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബോയ്സിന്റെ ഫെയിലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഏതൊക്കെ സെന്ററിലെ കേസാണ് പറഞ്ഞിരിക്കുന്നത്? സെന്റർ എയും അതുപോലെ സെന്റർ ബിയിലെയും കേസല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? സെന്റർ എയിൽ എത്ര ബോയ്സാ ഫെയിൽ ആയത്? 7 യൂണിറ്റും അതുപോലെ സെന്റർ ബിയിൽ എത്ര? 4 യൂണിറ്റും. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 7:4 തന്നിട്ടുണ്ട്. ആൻഡ് ദി നമ്പർ ഓഫ് ഗേൾസ് ഹു ഫെയിൽഡ് എക്സാം സെന്റർ ഇൻ എ ഈസ് ട്വൈസ് ആണോ? എ ഈസ് ട്വൈസ് സെന്റർ ഓഫ് ബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? അടുത്തത് ഗേൾസ് ഫെയിൽ ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സെന്റർ എയും അതുപോലെ സെന്റർ ബിയിലെ റേഷ്യോ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എത്ര തന്നിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗേൾസ് ഹു ഫെയിൽഡ് സെന്റർ ഇൻ എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് സെന്റർ ബി. അതായത് ബിയിൽ 1 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ട്വൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കണം. അപ്പൊ എത്ര റേഷ്യോ വരും? 2:1 എന്ന് വരും. നമുക്കിനി എന്താ കണ്ടുപിടിക്കണം? ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ബോയ്സ് ഹു അപ്പിയർഡ് ഫോർ ദ സെന്റർ എ. അപ്പൊ സെന്ററിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിനെ വേണം, അവരുടെ ഡിഫറൻസ് ആണ്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫോർ ദ സെന്റർ ഇൻ സെന്റർ ബി, എക്സാം സെന്റർ ഇൻ ബി അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് ഒരു ഡേറ്റ കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും? ഇതെന്താ ബോയ്സ് ഫെയിൽ അല്ലേ? ഇതെന്താ ഗേൾസ് ഫെയിൽ അല്ലേ? ഇത് നോക്കിക്കേ, ഈ ഒരു റേഷ്യോന് നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്നൊരു വേരിയബിൾ കൊടുത്തു നോക്കാം, 7x 4x. അതുപോലെ ഈ ഒരു റേഷ്യോ നമുക്ക് വേറൊരു യൂണിവേഴ്സാണ്, ഇതൊരു വേറൊരു റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ഒരു വേരിയബിൾ കൊടുക്കാം, y കൊടുക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതെന്താ എ എന്ന് പറഞ്ഞ സെന്റർ അല്ലേ? അപ്പം എ എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗേൾസ് എത്ര ഫെയിൽ ആയി പ്ലസ് ബോയ്സ് എത്ര ഫെയിൽ ആയി അല്ലേ? ഗേൾസ് ഫെയിൽ പ്ലസ് ബോയ്സ് ഫെയിൽ അല്ലേ? സോ അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന സെന്ററിൽ ടോട്ടൽ ഫെയിൽ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ, എ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ പ്ലസ് എ എന്ന് പറഞ്ഞ സെന്ററിലെ ഗേൾസ് ഫെയിൽ അല്ലേ? സോ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ എത്ര ആയിരിക്കും? ബോയ്സ് ഫെയിൽ എത്ര? എ എന്ന് പറഞ്ഞ സെന്ററിൽ 7x അല്ലേ? ഗേൾസ് ഫെയിൽ എത്ര? ദാ ഇവിടെ 2y ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2y അല്ലേ? അതല്ലേ എ എന്ന് പറഞ്ഞ ടോട്ടൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ എ എന്ന് പറഞ്ഞ സെന്ററിലെ ടോട്ടൽ ഫെയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. എത്ര? 2050 അല്ലേ? സോ നമുക്ക് ഇവിടെ കൊടുക്കാം 2050 എന്ന് വരും. സോ നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ ഫെയിൽ എന്താ? ബി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ പ്ലസ് ഇനി ബി എന്ന് പറഞ്ഞ സെന്ററിലെ ഗേൾസ് ഫെയിൽ ആണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ബി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര? 4x അല്ലേ? അപ്പം 4x പ്ലസ് ബി എന്ന് പറഞ്ഞ സെന്ററിലെ ഗേൾസ് ഫെയിൽ എത്ര? 1y അല്ലേ? അല്ലെങ്കിൽ y എന്ന് കൊടുക്കാം. എത്ര വരും? നമ്മൾ എത്ര? 1100 അല്ലേ? അപ്പൊ എത്ര കൊടുക്കാം? 1100 കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. രണ്ട് ലീനിയർ ഇക്വേഷൻ ഇല്ലേ? രണ്ട് ലീനിയർ ഇക്വേഷൻ, രണ്ട് വേരിയബിൾ, ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ? ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് സോൾവ് ചെയ്യാം.
ആ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 7x പ്ലസ് 4y ആണോ? അല്ല 2y അല്ലേ? 7x പ്ലസ് 2yയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2050. അടുത്തത് എത്ര? 2x ആണോ? 4x പ്ലസ് വൈയുടെ വാല്യൂ 1100 കിട്ടിയിട്ടുണ്ട്. എത്ര? 4x പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 1100 കിട്ടി. സോ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയത്തില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാ ഇവിടെ y അല്ലേ, വൈയുടെ കോയിഫിഷ്യന്റുകളല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് വൈയുടെ കോയിഫിഷ്യന്റുകളെ സെയിം ആക്കാം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതെ സ്ഥിരം പരിപാടി അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2വിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇക്വേഷൻ നമ്പർ 2വിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? y ഇക്വേഷൻ നമ്പർ 1ൽ വൈയുടെ കോയിഫിഷ്യന്റ് എത്ര? 2 അല്ലേ? ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? 7x പ്ലസ് 2yയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2050 എന്നും വരും. അതുപോലെ ഇവിടെ എന്ത് വരും? 2 കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? 8x പ്ലസ് 2yയുടെ വാല്യൂ എത്ര കിട്ടി? 2200 കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന്, അതായത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരുന്നത് നിങ്ങൾ പറഞ്ഞേ? 8x നിന്ന് 7x മൈനസ് ചെയ്ത് എത്ര വരും? x വരത്തില്ലേ? 2y നിന്നും 2y മൈനസ് ചെയ്ത് എന്ത് വരും? 0 വരത്തില്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 2200 നിന്നും 2050 മൈനസ് ചെയ്ത് എത്ര വരും? 150 കിട്ടും. സോ നമുക്ക് കിട്ടി എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. സോ y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ഏത് ഇക്വേഷനിൽ കൊടുത്താലും y സാറ്റിസ്ഫൈ ചെയ്യും. കുറച്ചുകൂടി ഈസി കാൽക്കുലേഷൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2വിലല്ലേ, നമുക്ക് അതിനെ പിക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പം 4 ഇൻറ്റു, അപ്പം നമ്മൾ ഇക്വേഷൻ നമ്പർ 2വിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ എഴുതാം, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എന്ത് കൊടുക്കാം? 4 ഇൻറ്റു 150 പ്ലസ് വൈയുടെ വാല്യൂ എത്ര വരും? 1100 വരും. അപ്പം വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1100 മൈനസ് 600 അല്ലേ? അപ്പം വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 500 കിട്ടി. സോ ദാറ്റ് ഈസ് y എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 500 ആയിരിക്കും. സോ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫോർ ദ എക്സാം സെന്റർ ഇൻ എ അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫോർ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെന്ററിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, എ എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര ബോയ്സ് ആണ് അപ്പിയർ ചെയ്തത്? അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പിയർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? ബോയ്സ് ഫെയിൽ പ്ലസ് അതുപോലെ ബോയ്സ് പാസ് അല്ലേ? അതായത് എത്ര ബോയ്സ് അല്ലെങ്കിൽ ബോയ്സ്, നമുക്ക് പാസുകൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം അല്ലേ? എത്ര ആയിരിക്കും? ബോയ്സ് പാസ് പ്ലസ് ബോയ്സ് ഫെയിൽ അല്ലേ? അപ്പോൾ നമുക്കറിയാം ബോയ്സ് പാസ് ഇവിടെ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? എ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് പാസ് എത്ര നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഇതല്ലേ 825 അല്ലേ? അപ്പോൾ എത്ര ആയിരിക്കും? 825. ഇനി ബോയ്സ് ഫെയിൽ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ ബോയ്സ് ഫെയിൽ എത്ര? എ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര? 7x അല്ലേ? അപ്പോൾ നമുക്ക് 7xന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പറഞ്ഞേ ബോയ്സ് ഫെയിൽ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര ആയിരിക്കും? നമുക്കറിയാം 7x ദാറ്റ് ഈസ് 7 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 150 കൊടുത്താൽ പോരെ. എത്ര ആയിരിക്കും? 15 എത്ര? 1050 അല്ലേ? അപ്പോൾ എത്ര വരും? 15 എത്ര? 150. അപ്പം 7 ഇൻറ്റു 150 എത്ര? 1050 വരത്തില്ലേ? അപ്പോൾ എത്ര വരണം? 1050. എത്ര ആയിരിക്കും? 5 7 തെറ്റിയോ? 5 7 8 1 1875 അല്ലേ വരുന്നത്? ഓക്കെ ആണല്ലോ, കറക്റ്റ് അല്ലേ? ചെയ്ത് നോക്കണോ? വേണ്ടല്ലോ. 1050 825 എത്ര? 5 7 കറക്റ്റ് 1875 കിട്ടി. ഇനി അടുത്തത് ഏത് സെന്റർ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഇൻ ദ സെന്റർ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ബി എന്ന് പറയുന്ന സെന്ററിൽ എത്ര ഗേൾസ് ടോട്ടൽ അപ്പിയർ ചെയ്തു. അപ്പോൾ അതെന്തായിരിക്കും? ഗേൾസ് ബി എന്ന് പറയുന്ന സെന്ററിലെ ഗേൾസ് പാസ് പ്ലസ് ബി എന്ന് പറയുന്ന സെന്ററിലെ ഗേൾസ് ഫെയിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ബി എന്ന് പറയുന്ന സെന്ററിലെ ഗേൾസ് പാസ് എത്ര? 400 അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ബി എന്ന് പറയുന്ന സെന്ററിലെ ഗേൾസ് പാസ് എത്ര? 400 ആയിരിക്കും. ഇനി ഗേൾസ് ഫെയിൽ എത്ര? ഇവിടെ ബി എന്ന് പറഞ്ഞ സെന്ററിലെ ഗേൾസ് ഫെയിൽ എത്ര? y അല്ലേ, അല്ലെങ്കിൽ 1y അല്ലേ? അതായത് y എന്ന് എടുത്താൽ മതിയല്ലോ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം ഗേൾസ് ഫെയിൽ അല്ലേ? ബി എന്ന് പറഞ്ഞ സെന്ററിലെ ഗേൾസ് ഫെയിൽ എത്ര? ഓക്കെ, ഗേൾസ് ഫെയിലിന്റെ വാല്യൂ എത്ര ആയിരുന്നു? y ആണല്ലോ. സോ വൈയുടെ വാല്യൂ എത്ര? 500 അല്ലേ? സോ നമുക്കിവിടെ കൊടുക്കാം 500 എന്ന് കൊടുക്കാം. അപ്പോൾ എത്ര വരും? 900 എന്ന് വരും. സോ നമുക്ക് വേണ്ടത് ഇവന്റെയും ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എത്ര ആയിരിക്കും? 1875 ആണോ? 25 അല്ലല്ലോ. ഓക്കെ, 1875 മൈനസ് 900 എത്ര വരേണ്ടത്? നിങ്ങൾ പറഞ്ഞേ 5 7
975 അല്ലേ, 975 അല്ലെങ്കിൽ 975 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ആ ഒരു സബ് ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ഒരു കാൽക്കുലേറ്റീവ് ആണ്, അല്ലെങ്കിൽ നല്ലപോലെ ടൈം ടേക്കിംഗ് ആണ്. അപ്പോൾ എക്സാമിന് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്കിൽ ചാടിക്കറി തുടങ്ങരുത്, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നോക്കുക, നമ്മുടെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും ഓടിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏത് സബ് ക്വസ്റ്റ്യൻ ആണോ അവന്മാരെ ആദ്യം ചെയ്യുക. ചിലപ്പോൾ 5 എണ്ണത്തിൽ 3 സബ് ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും, ആ 3 നിങ്ങൾ ചെയ്തു, ബാക്കി 2 നിങ്ങൾക്ക് നോക്കി ഇവിടെ തന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അത്യാവശ്യത്തിൽ കൂടുതൽ കാൽക്കുലേറ്റീവ് ആണ്, ടൈം ടേക്കൺ ആണ്. മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് സ്കാൻ ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് അരിത്തമെറ്റിക് ആണെങ്കിലും മിസ്ലേനിയസ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു സമയം കാണും, എങ്ങനെ വന്നാലും ഒരു 2-3 മിനിറ്റ് കാണും. ആ ഒരു 2-3 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്ത ക്വസ്റ്റ്യൻസ്. അതിൽ ഏതാണോ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് എടുത്ത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ, കാര്യം നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതല്ലേ ഉള്ളൂ പ്രശ്നം. സോ അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ ചെയ്യാം, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഹു ഫെയിൽ ദ എക്സാം സെന്റർ ഇൻ സി ആൻഡ് ഡി ഈസ് 3:1. അപ്പൊ നോക്കിക്കേ, സി എന്ന് പറഞ്ഞ സെന്ററിൽ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് അല്ലേ, അപ്പം ബോയ്സിന്റെയും ഗേൾസിന്റെയും ഫെയിൽ ആയവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? അതുപോലെ ഡി എന്ന് പറഞ്ഞ സെന്ററിൽ ബോയ്സിന്റെയും അല്ലെങ്കിൽ ബോയ്സ് ഫെയിൽ ഈസ് ടു ഗേൾസ് ഫെയിലിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 3:1 ആൻഡ് എത്ര 2:3 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, സി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ ഫെയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ തന്നിട്ടില്ലേ, എത്ര? 200 അല്ലേ? അപ്പൊ നമുക്കറിയാം ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 200 അല്ലേ? അതുപോലെ ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ടോട്ടൽ ഫെയിൽ എത്ര? 500 അല്ലേ? അപ്പൊ അത് എത്ര ആയിരിക്കും? 500 അല്ലേ? സോ ഇവ അങ്ങനെയെങ്കിൽ ഇവിടെ റേഷ്യോ വാല്യൂ എത്ര? നിങ്ങൾ പറഞ്ഞേ 3+1 എത്ര? 4 യൂണിറ്റ് അല്ലേ? സോ ആ 4 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ, അതായത് ഇവിടെ വരുന്ന 4 യൂണിറ്റ്, ആ 4 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ 200. സോ അത് ഇങ്ങോട്ട് എഴുതാം, 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് 200. സോ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 500 എന്ന് വരുമല്ലോ. സോ അങ്ങനെയെങ്കിൽ ഇവിടെ സി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര ആയിരിക്കും? 3 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരണം? എത്ര? 500 വരുവോടെ? 50 അല്ലേ വരുന്നുള്ളൂ? എന്താടെ കിറങ്ങിയിരിക്കുകയാണോ? ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടിട്ട് കിറങ്ങിയിരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 50 വരും. അപ്പൊ എത്ര ആയിരിക്കും? 100. ബോയ്സ് ഫെയിൽ എത്ര? 150 വരും. ഓക്കെ, ഗേൾസ് ഫെയിൽ എത്ര? 1 യൂണിറ്റ് അല്ലേ, എത്ര വരണം? 50 എന്ന് കിട്ടി. സോ നമുക്ക് സി എന്ന് പറഞ്ഞ സെന്ററിൽ നമുക്ക് എന്ത് കിട്ടി? ബോയ്സ് ഫെയിലും ഗേൾസ് ഫെയിലും കിട്ടി. എത്ര ആയിരിക്കും ഇതിന്റെ വാല്യൂ? എത്ര? കറക്റ്റ് ആയിട്ട് പറഞ്ഞോ, എത്ര? 150 എന്നും കിട്ടി. അതുപോലെ ഗേൾസ് ഫെയിലിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 50 എന്ന് കിട്ടി. സോ നമ്മൾ സി എന്ന് പറഞ്ഞ സെന്ററിലെ കാര്യം കഴിഞ്ഞു. ഇനി ഇവിടെ എത്ര ആയിരിക്കും? ടോട്ടൽ ഫെയിലിൻ റേഷ്യോ വാല്യൂ എത്ര? 2+3 എത്ര? 5 യൂണിറ്റ് അല്ലേ? സോ ആ 5 യൂണിറ്റിന്റെ ടോട്ടൽ വാല്യൂ അല്ലേ നമുക്ക് ഈ തന്നിരിക്കുന്ന 500 എന്ന് പറഞ്ഞാൽ. സോ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 500 ഡിവൈഡ് ബൈ 5 എത്ര? 100 വരും. സോ ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര ആയിരിക്കും? 2 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 വരും. അതുപോലെ ഗേൾസ് ഫെയിൽ എത്ര? 3 യൂണിറ്റ് അല്ലേ? സോ 3 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 300 എന്ന് കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചു. അപ്പോൾ എത്ര ആയിരിക്കും? ഓക്കെ, ഒരു മിനിറ്റ്. എത്ര? 200ഉം അതുപോലെ നമുക്ക് കിട്ടി 200ഉം കിട്ടി, അതുപോലെ നമുക്ക് 300 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫോർ ദ സെന്റർ ഇൻ സി. അപ്പോൾ സിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ എത്ര ഗേൾസ് അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഗേൾസ് പാസ് പ്ലസ് ഗേൾസ് ഫെയിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ സി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ എത്ര ഗേൾസ് പാസ്സായി? 300 അല്ലേ? അപ്പോൾ 300 പ്ലസ് സി എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര ഗേൾസ് ഫെയിൽ ആയി? ഇതായി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? എത്ര ഗേൾസാ? 50 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിയിൽ അപ്പിയർ ചെയ്ത ഗേൾസ് എത്ര? 350 കിട്ടി. ഇനി അടുത്തത് ടു സെന്റർ ഡി. അപ്പോൾ ഡിയിലെയും ഗേൾസിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഗേൾസിന്റെ കാര്യമല്ലേ അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു അപ്പിയർഡ് ഫോർ ദി എക്സാം സെന്റർ ഇൻ സി ടു ഡി അല്ലേ? അപ്പോൾ ഡി എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര ഗേൾസ് അപ്പിയർ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ എന്താ? ഗേൾസ് പാസ് പ്ലസ് ഗേൾസ് ഫെയിൽ അല്ലേ? അതായത് ഡി എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര ഗേൾസ് പാസ്സായി? പറഞ്ഞു, എത്ര ഗേൾസാ പാസ്സായത് ഡി എന്ന് പറഞ്ഞ സെന്ററിൽ? 200 അല്ലേ? 200 പ്ലസ് എത്ര ഗേൾസ് ഇവിടെ ഫെയിൽ ആയത്? 300 ആണോ? 300 ഗേൾസ് അല്ലേ ഇവിടെ ഫെയിൽ ആയത്. അപ്പോൾ എത്ര വരും? ടോട്ടൽ എത്ര ഗേൾസ് ആണ് ഡി എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര അപ്പിയർ ചെയ്തത്? 200 പ്ലസ് 500 എത്ര? 300 എത്ര വരും? 500 എന്ന് വരും. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 350ന്റെയും അല്ലെ സിയുടെയും, അതെ സി ടു ഡി അല്ലേ വേണ്ടത്. അപ്പം 350:500 അല്ലേ? നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം. 50 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 7 വരും. 50 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10 വരും. അപ്പോൾ 7:10 അല്ലേ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇതും വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല.
സംഭവം നമ്മൾ ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. ആ ടേബിളിൽ എന്താണോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അപ്പിയറിംഗ് ആണ് വേണ്ടത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രത്തോളം അവിടെ എക്സാം എഴുതാൻ പോയി. അപ്പോൾ നമ്മൾ ചാടി കയറി വെപ്രവെള്ളം കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് പാസ് എന്ന് എടുക്കരുത്, അല്ലെങ്കിൽ ഗേൾസിന്റെ ഫെയിൽ എടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഡേറ്റ വെച്ച് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ബാക്കി നമ്മൾ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാം എഴുതുന്ന നിങ്ങളുടെ കയ്യിൽ എന്താ ഒരു വർക്ക്ഷീറ്റ് ഇല്ലേ? ആ വർക്ക്ഷീറ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറക്കി എടുത്തിട്ട് അങ്ങോട്ട് എഴുതി അങ്ങ് തകർത്താൽ പോരെ, വേറെ എന്തെങ്കിലും പാടുണ്ടോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഡിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. തുടങ്ങിക്കൂടെ? 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ എക്സാം സെന്റർ ഇൻ ഡി ഈസ് 100 ലെസ് ദാൻ നമ്പർ ഓഫ് ഗേൾസ് ഹു ഫെയിൽ ദ എക്സാം ഇൻ സെയിം സെന്റർ. അതായത് ഡി എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയുന്നത് ഫെയിലായ ആൾക്കാരെ പറ്റിയാ. അപ്പോൾ നമുക്ക് നോക്കാം, ബോയ്സ് ഫെയിലും ഉണ്ട്, അതുപോലെ തന്നെ ഗേൾസ് ഫെയിലും ഉണ്ട് ആണല്ലോ. നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ സെന്റർ ഇൻ ഡി ഈസ് 100 ലെസ് ദാൻ ദി നമ്പർ ഓഫ് ഗേൾസ് ഹു ഫെയിൽ ദ സെയിം സെന്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം സപ്പോസ് ഞാൻ ഊഹിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യാണ്, ഡി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ ഗേൾസ് ഫെയിൽ ആയത് എക്സ് ആണെങ്കിൽ ആ എക്സിനെക്കാട്ടിലും 100 അല്ലെങ്കിൽ 100 കുറവാണ് ആരെന്ന് പറഞ്ഞത്? ആരെന്ന് പറഞ്ഞത്? ബോയ്സ് എന്നല്ലേ. അപ്പൊ എത്ര വരും? 100 മൈനസ് 100 എന്ന് എടുത്താൽ പോരെ. അപ്പൊ അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫെയിൽസ് ഡി എത്ര? 500 അല്ലേ. അപ്പൊ നമുക്ക് കൊടുക്കുക എത്ര? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ ആയത് എത്ര? ഡിയിൽ എത്ര? 500 അല്ലേ. ആ 500 എന്ന് പറഞ്ഞാൽ എന്താ? ബോയ്സ് ഫെയിൽ പ്ലസ് ഗേൾസ് ഫെയിൽ അല്ലേ. അപ്പൊ നമുക്ക് എടുക്കാം എക്സ് മൈനസ് 100 പ്ലസ് എക്സിന്റെ വാല്യൂ അല്ലേ ഈ 500 എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2xന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ 100 അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 600 എന്ന് വരും. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 300 എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? എത്ര ഗേൾസ് ആ ഫെയിൽ ആയത്? നിങ്ങൾ പറഞ്ഞേ. 300 ഗേൾസ് ആണ് ഇവിടെ ടോട്ടൽ ഫെയിൽ ആയത്. അതുപോലെ എത്ര ബോയ്സ് ആ ഫെയിൽ ആയത്? 200 ബോയ്സ് ആയിരിക്കും ഇവിടെ ഫെയിൽ ആയത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതുപോലെ വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഹു ഫെയിൽ ദ സെന്റർ ഇൻ ദ സെയിം സെന്റർ ആൻഡ് 75 മോർ ദാൻ ദി നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ സെന്റർ ഇൻ ഇ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ സെന്റർ ഇൻ ഡീസ്, ഓക്കെ, ഡീസ് 75 മോർ ദാൻ ദി നമ്പർ ഓഫ് ബോയ്സ് ഹു ഫെയിൽ ദ സെയിം സെന്റർ എക്സാം സെന്റർ ഇൻ ഇ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇ എന്ന് പറഞ്ഞ സെന്ററിലെ ഫെയിൽ ആണെങ്കിൽ ബോയ്സ് ഫെയിൽ എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? എത്ര ആണോ നമ്മുടെ ഡി എന്ന് പറഞ്ഞ സെന്ററിൽ ഫെയിൽ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും 75 കുറവാണ്, അതല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞ സെന്ററിൽ ഫെയിൽ ആയിരിക്കുന്ന ബോയ്സിനെക്കാട്ടിലും 75 കൂടുതലാണ് ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ ആയിരിക്കുന്നത്. സോ എത്ര വരണം? 200 മൈനസ് 100 എത്ര? 200 മൈനസ് 75 അല്ലേ. അപ്പൊ എത്ര വരും? 125 ബോയ്സ് ആണ് ഇ എന്ന് പറഞ്ഞ സെന്ററിൽ ഫെയിൽ ആയിരിക്കുന്നത്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫോർ ദ സെന്റർ ഇൻ ഡി ആൻഡ് ഇ ടുഗദർ. അപ്പൊ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? നോക്കിക്കോ. അപ്പൊ ഡി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര അപ്പിയർ ചെയ്തത്? ഒരു മിനിറ്റ്. ഡി എന്ന് പറഞ്ഞ സെന്ററിൽ ടോട്ടൽ ബോയ്സ് എത്ര അപ്പിയർ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. അപ്പിയറിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതെന്തായിരിക്കും? ബോയ്സ് ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് പാസ് പ്ലസ് ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ അല്ലേ. അപ്പം പറഞ്ഞേ, ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് പാസ് എത്ര? 500 അല്ലേ. അപ്പൊ എത്ര വരും? 500 പ്ലസ് ഡി എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് ഫെയിൽ എത്ര? നമ്മൾ എത്ര കണ്ടുപിടിച്ചേ? 200 അല്ലേ. അപ്പൊ എത്ര വരും? 700 ബോയ്സ് ആയിരിക്കും ഡി എന്ന് പറഞ്ഞ സെന്ററിൽ നിന്നും അപ്പിയർ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് അപ്പിയർ കണ്ടുപിടിക്കണ്ടേ? ആണല്ലോ. അപ്പൊ എത്ര വരും? ഇ എന്ന് പറഞ്ഞ സെന്ററിലെ ബോയ്സ് പാസ് പ്ലസ് ഇയിലെ ബോയ്സ് ഫെയിൽ ആണല്ലോ. അപ്പൊ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ. ഇയിൽ എത്ര ബോയ്സാ പാസ്സായത്? 1200 ബോയ്സ് പാസ്സായി. അതുപോലെ തന്നെ എത്ര ബോയ്സാ ഇ എന്ന് പറഞ്ഞ സെന്ററിൽ ഫെയിൽ ആയത്? നമ്മളിവിടെ കണ്ടുപിടിച്ചു 125 എന്ന് കിട്ടി. അപ്പൊ എത്ര വരും? 1325 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു അപ്പിയർഡ് ഫോർ ദി എക്സാം സെന്റർ ഇൻ ഡി ആൻഡ് ഇ അല്ലേ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര? 700 പ്ലസ് എത്ര? ഡിയിൽ നിന്ന് അപ്പിയർ ആയ ബോയ്സ് എത്ര? 700 പ്ലസ് ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, 700 പ്ലസ് 1325. ഇതാ ഇങ്ങോട്ട് ഒരു ആരോ കൂടെ കൊടുക്കുക, ഇവിടെ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി. എത്ര വരും? 52025 എന്ന് വരും അല്ലേ. ഏതാ? 2025. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും അടിപൊളി ഒരു ഡി എ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യത്തിൽ കൂടുതൽ കാൽക്കുലേറ്റീവ് ആയിരുന്നു, അത്യാവശ്യത്തിൽ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ നോട്ടിലാക്കണം. അപ്പോൾ ഇന്നെന്താ ഇങ്ങനെ ഹെഡിങ് കൊടുക്കും, ഇന്നത്തെ ഡേറ്റ് എഴുതുക, എന്നിട്ട് ഡി ഐ നമ്പർ 3 എന്ന് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡി ഐ ചെയ്യുന്ന സൊല്യൂഷൻസ് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇതിന്റെ സൊല്യൂഷൻ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയെടുക്കുക.
അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുക്കുക, അതിന്റെ സൊല്യൂഷൻ എഴുതിയെടുക്കുക. സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അതിന് ഈ സൊല്യൂഷൻ എഴുതിയെടുക്കുക. അതിനുശേഷം നമ്പർ 2 വീണ്ടും സൊല്യൂഷൻ എഴുതിയെടുക്കുക. ഞാൻ പറഞ്ഞ സൊല്യൂഷൻ മാത്രം എഴുതിക്കൊണ്ടിരിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഞാൻ ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു തരിക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിന്റെ PDF അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ദിശ ബാങ്കിങ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം. അവിടെ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോൾഡർ സേവ് ചെയ്തിട്ട് വെക്കുക. ക്വസ്റ്റ്യൻ എഴുതി സമയം കളയണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് പറഞ്ഞത്? 39 ദിവസം നമുക്ക് RRB PO പ്രിലിംസിന് വേണ്ടി ഉണ്ട്. അപ്പം ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തോ നമുക്ക് DIs ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ക്വസ്റ്റൻസിന്റെ നല്ലൊരു വേരിയബിൾ ബേസ്ഡ് ക്ലാസ്സസ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേണം, ജസ്റ്റ് കമന്റ് ചെയ്തോ, നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് കിട്ടിയിരിക്കും. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നല്ലപോലെ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നല്ല തീ പിടിച്ച ദിവസങ്ങളാണ്. നല്ലപോലെ പഠിക്കുക, ഒരു സമയം പോലും കളയരുത്. ഓക്കെ ആണല്ലോ? അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.